കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടികളൊക്കെ നിങ്ങൾക്കൊരു ടെൻഷൻ കാണും. PCOD ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അങ്ങനത്തെയുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണ്ട. കാരണം PCOD മിക്ക പേഷ്യൻസ് മെജോറിറ്റി ഗേൾസിൽ PCOD ഉണ്ടാവാം. അപ്പോൾ PCODയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് അതായത് മുടി പൊഴിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങൾ ചിലപ്പോൾ ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യും. അതുപോലെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസിൽ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു, അതായത് ഈ മിക്ക കുട്ടികളും ടീനേജ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി മുടി കൊഴിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് ഈ ഹോർമോണൽ വേരിയേഷൻ ഒക്കെ കാരണമാണ്. കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് അത് തനിയെ മാറിക്കോളും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ, അതായത് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ഫുഡെല്ലാം നിങ്ങൾ കഴിക്കണം. എല്ലാ ആഹാരവും കഴിക്കണം. ഈ പുറത്തുനിന്നുള്ള ആഹാരം നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ടീനേജ് ഹെൽത്ത് വൈസ് ആയിട്ടുള്ള PCODയാണ് മെയിനായിട്ട് ഗേൾസിന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, അതായത് അടുത്ത ടോപ്പിക് പറയുന്നതിന് മുന്നേ ടീനേജിലുള്ള ഹെൽത്ത് ഇഷ്യൂ, തൈറോയ്ഡ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മുടി പൊഴിച്ചില്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ഹെൽത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇപ്പം ഈ പീരീഡ്സിന്റെ കാര്യം പറയാൻ തന്നെ ഞാൻ PCODയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. PCOD അല്ലാതെ പീരീഡ്സ് തന്നെ, അതായത് നിങ്ങൾ ടീനേജ് ആണ്, അപ്പോൾ പീരീഡ്സ് റെഗുലർ ആവാനായിട്ട് ടൈം എടുക്കും. അപ്പം ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് റെഗുലർ ആവുന്നില്ല. ചില സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പീരീഡ്സ് വരും, ചില സമയത്ത് നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടായിരിക്കും പീരീഡ്സ് വരുന്നത്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ അതൊരു രോഗമോ അല്ലാതെ അതിന് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ആ ഒരു ഏജിൽ ഹോർമോണൽ വേരിയേഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ചേഞ്ച് ആകുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ റെഗുലറൈസ്ഡ് ആയിക്കോളും പീരീഡ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കുട്ടികൾക്ക് അങ്ങനെ ഒരു ടെൻഷനൊക്കെ കാണും. നിങ്ങൾ ആ ഒരു കാര്യം നമ്മുടെ നോർമൽ ഫിസിയോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പീരീഡ്സ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ടെൻഷൻ കാണുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഒക്കെ കാണും. അപ്പോൾ ഈ ഒരു സമയത്താണ് ആ ഡൗട്ട്സ് കൂടുതലായിട്ടുണ്ടാവുക. അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതൊരു റെഗുലർ ഒരു റുട്ടീനായിട്ട് മാറും. അപ്പോൾ പിന്നെ ഞാനിവിടെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വർഷം ടോക്കിൽ പറഞ്ഞിരിക്കാൻ പോകുന്നു. അതായത് ഇപ്പോൾ ഈ ടീനേജ് സമയത്ത് കൂടുതൽ കുട്ടികൾക്ക്, അതായത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഈ ഡിസ്ട്രാക്ഷൻസ് അല്ലെ, ഏതൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്? മൊബൈൽ ഫോൺ, പിന്നെ മൊബൈൽ ഫോൺ ഉറക്കം പറഞ്ഞ് ഈ മൊബൈൽ ഫോൺ ഞങ്ങൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ഈ കേബിൾ TV ഇല്ലേ അല്ലെ, പല ചാനൽ കിട്ടുന്ന കേബിൾ TV. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് പറഞ്ഞ ചില കുട്ടികളുടെ വീട്ടിലൊക്കെ ഈ എക്സാമിന്റെ സമയത്ത് കേബിൾ TV കട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഡിസ്ട്രാക്ഷൻ നമ്മുടെ ഏത് കാലഘട്ടത്തിൽ, അതായത് നിങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിലും ആരുടെ കാലഘട്ടത്തിലാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻ വരുന്നത് വളരെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഡിസ്ട്രാക്ഷൻ. അത് ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ വരുന്നത്. നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രാക്ഷൻ. ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ബഹളം വെച്ചാൽ നിങ്ങൾക്ക് അതൊരു ഡിസ്ട്രാക്ഷൻ. പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താണ്, പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അതായത് വേറെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇതുപോലെ ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അതൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയും ഡിസ്ട്രാക്ഷൻ. അങ്ങനെ പല തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരും. അതിന് നിങ്ങൾ പറഞ്ഞ മൊബൈൽ ഫോൺ എന്ന് പറയും. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കേബിൾ TV, ഇപ്പോൾ ഈ നമുക്കൊരു ഡിറ്റർമിനേഷൻ, അതായത് നമുക്കൊരു എക്സാം ഉണ്ട്, എല്ലാവരും ഒരുപോലെ പഠിക്കുന്നവരായിട്ടില്ലല്ലോ അല്ലേ. ചില കുട്ടികൾ ചില കുട്ടികൾക്ക് ഫുൾ മാർക്ക് കാണും, ചില കുട്ടികൾക്ക് അത്രയും മാർക്ക് കാണില്ല. പല രീതിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. എല്ലാവരുടെയും മെമ്മറി പവറും എല്ലാവരുടെയും നമ്മൾ ബുദ്ധി എന്നൊക്കെ പറയും, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. എല്ലാവരുടെയും ആ ഒരു ഇന്റലിജൻസ് ലെവൽ വേറെ വേറെ ആയിരിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യത്തിന് കഴിവ് കൂടുതൽ. ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും കഴിവ്, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർ പഠിക്കും, ചിലർ എഴുതും. അങ്ങനെ നിങ്ങളുടെ കഴിവുകൾ, ചിലരുടെ പാഷൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ വേറെ ഓരോ പാഷൻ ആയിരിക്കും. ചില കുട്ടികളൊക്കെ അതായത് ഈ എന്താ പറയുക മറ്റേ കാർട്ടൂൺസ് ഒക്കെ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഭയങ്കര ഐഡിയ വെച്ച് കാർട്ടൂൺസ് ഒക്കെ വരയ്ക്കും. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ വന്നാലും നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ആ ലെവലിൽ നിങ്ങളുടെ ഏത് ലെവൽ ഇന്റലിജൻസ് ആണോ ആ ലെവലിൽ നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിൽ മൊബൈൽ ഫോണിന്റെ ടിവിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയിൽ ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അവിടെ കഴിഞ്ഞില്ല, പിന്നെ ചിലപ്പോൾ അടുത്ത ആഴ്ച ഓപ്പണായിരിക്കും ആ പ്രോഗ്രാം. മൊബൈലിന്റെ പ്രശ്നം എന്താ, ഇപ്പോൾ നമ്മൾ റീൽസ് ഒക്കെ കാണുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ എവിടെയോ
വായിച്ചതാണ്. അതായത് ഈ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ മെയിനായിട്ട്, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെ ഷോർട്സും അവർ മെയിനായിട്ട് എന്തിനാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു അഡിക്ഷൻ വരും. ഈ മൂവ്മെന്റ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇങ്ങനെ ഫ്രെയിമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് ഹ്യൂമൻ ബ്രെയിനിന് അഡിക്ഷൻ വരുന്ന രീതിയിൽ അവർ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഷോർട്സും റീൽസും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിലാക്കിയിരുന്നത്. ഞാൻ നിങ്ങളുടെ കാണണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് പഠിച്ച് ബോറടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ സമയത്ത് ചെയ്യും. ഞാനൊക്കെ പഠിച്ച് ബോറടിക്കുന്ന സമയത്ത് ചെടി നടാനായിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർ പുസ്തകം വായിക്കും, ചിലർ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും സംസാരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കാണണമെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ ഓർത്ത് വെച്ചു. കാരണം ഒരുപാട് സമയം നിങ്ങളുടെ ഈ സമയം പോകുന്നുണ്ടല്ലോ, നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിരിക്കും. അത് പഠിക്കാനുള്ളപ്പോൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. പിന്നെ നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇനിയും സമയമുണ്ട്, ബ്രെയിൻ ഡെവലപ്പ് ആകാനായിട്ട് ഇനിയും സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം സ്ക്രീൻ ടൈം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കും. അതേസമയം നിങ്ങളിപ്പോൾ ഒരു പ്രകൃതിയിൽ, അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് ചെടി നടാൻ പോവോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ പുറത്ത് കളിക്കാനോ എല്ലാവരുടെയും കൂടെ കളിക്കാനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് അത് ഭയങ്കര, അതായത് കൂടുതൽ, അതായത് പുതിയ നെർവ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും. നമ്മൾ ടീച്ചർ റിലേറ്റഡായിട്ട് എന്ത് ചെയ്താലും നെർവ് കണക്ഷൻ, അതായത് ഒരു ഹോർമോൺ ഉണ്ട്, എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതൊരു ഹാപ്പി ഹോർമോണാണ് ഈ എൻഡോർഫിൻ. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡാൻസ് ചെയ്യുകയോ കുറേ ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവും. അപ്പോൾ ഈ ഹോർമോൺ നമ്മുടെ ഒരു എന്താ പറയുക സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് എൻഡോർഫിൻ. ഈ മൊബൈലിൽ നമ്മൾ അല്ലെങ്കിൽ ടി വിയിലൊക്കെ സ്ക്രീൻ ടൈം കൂടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ആ ഹോർമോൺ, ആ ഹാപ്പി ഹോർമോൺ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൂടുതൽ സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികൾക്ക് ഡിപ്രഷനൊക്കെ വരും. കാരണം സ്ക്രീൻ ടൈം കൂടിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അവർക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അത് താങ്ങാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാവില്ല. അതേസമയം ഞാൻ പറഞ്ഞ പോലെ നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്കിപ്പം കളിക്കാനൊന്നും ആരുമില്ലാതെ നിങ്ങൾ ബുക്സ് വായിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അതിൽ നിന്ന് അവധി കിട്ടിയിട്ട് നിങ്ങൾ ഈ സ്ട്രെസ് നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ഭയങ്കര നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുത്താലും, നിങ്ങളുടെ പാഷൻ അനുസരിച്ച് നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും, നിങ്ങൾ പഠിക്കുന്ന ഏത് കോഴ്സ് ആണെങ്കിലും അവിടെ കോമ്പറ്റീഷൻ കണ്ടല്ലേ. നിങ്ങളുടെ ക്ലാസ്സിൽ എന്തായാലും ഒരാളായിരിക്കില്ല പഠിക്കുന്നത്, ഒത്തിരി കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കാണും. ഈ കോമ്പറ്റീഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്താലേ. കാരണം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു എന്താ പറയുക, ഇപ്പം ഒരു ഡിസൈനറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ അങ്ങനെ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആണെന്ന് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ഈ വന്നിരിക്കുന്ന കുട്ടികൾ ഇതേ ആറ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടികളായിരിക്കും. അവർക്കും ഇതേ നിങ്ങളെ പോലെ തന്നെ അവർക്കും അതേ കഴിവുകളും അവർക്കും അതേ ലക്ഷ്യവും ഡിറ്റർമിനേഷനും വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കാരണം നിങ്ങൾ സ്കൂളിൽ കാണുന്ന കുറച്ച് കുട്ടികളെയാണ്. ഇപ്പം ചില കുട്ടികളെ പറയും അവർക്ക് ഇപ്പം ഡാൻസർ ആണെന്ന് പറയുന്ന കുട്ടികൾ കുറച്ചേ മനസ്സിലാവും. അതേസമയം നിങ്ങളൊരു ഡാൻസ് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒരുപാട് കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പാഷൻ എവിടെയാണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സാർ പറഞ്ഞ പോലെ, മന്ത്രി സാർ, പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നിങ്ങൾ ഫുള്ള് പഠിച്ച് മാർക്സ് കിട്ടണമെന്നല്ല, നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിറ്റർമിനേഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രാക്ഷൻ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം, നിങ്ങൾ ഇവിടുന്ന് വീട്ടിൽ പോകുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വീട്ടിലെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് എന്തോ സന്തോഷമുള്ളൊരു കാര്യം വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനായിരിക്കില്ലേ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് നിങ്ങൾക്ക് ഏത് ബസ്സിലാണ് പോകുന്നത്, നിങ്ങൾ ഏത് ബസ്സാണോ കിട്ടുന്നത്, ട്യൂഷൻ കഴിഞ്ഞ ആണെങ്കിലാണ് നിങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്താനായിട്ട് നിങ്ങൾ സ്ട്രെസ്സായി വരില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ വേറെ അവരുടെ വീട്ടിലോട്ട് വിളിച്ചാൽ നിങ്ങൾ പോവില്ല അല്ലേ? നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വഴി കൂടെ പിന്നെ ചുറ്റുള്ള വഴി കൂടെ ആണെങ്കിൽ നിങ്ങൾ പോവില്ല. കാരണം എന്താ? നിങ്ങളുടെ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തോ സന്തോഷം വരുന്ന ഒരു കാര്യമുണ്ട് വീട്ടിൽ ചെന്നിട്ടപ്പോൾ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. അതുപോലെ നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾക്കിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, നിങ്ങളൊരു ഏതെങ്കിലും ഒരു കോമ്പറ്റീഷന് പോകാൻ വെച്ചത്, ഒരു എക്സിബിഷനോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ കാണും, എനിക്ക് ഇന്ന കാര്യം ഇത്ര നന്നായിട്ട്, എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ ഇത്ര നന്നായിട്ട് എനിക്ക് ചെയ്യണം എന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു മനസ്സിൽ ഉറപ്പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറത്തുനിന്ന് ആരും ഡിസ്ട്രാക്ട് ചെയ്യാൻ ട്രൈ ചെയ്താലും ഈ മൊബൈൽ ആണെങ്കിലും ടി വി ആണെങ്കിലും ഒന്നും അവിടെ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരില്ല. ഞാൻ മുമ്പേ കേബിൾ ടി വിയുടെ കാര്യമാണ്. എൻ്റെ ക്ലാസ്സിൽ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ്, ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളുടെ വീട്ടിൽ കേബിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്താ കാരണം? നമ്മൾ കാണില്ല ആ സമയത്ത്. കാരണം നമുക്ക് എക്സാമിന് പഠിക്കാൻ
അതിൻ്റെ ഒരു ടെൻഷൻ കാരണം ടി വി ഓൺ ചെയ്യില്ല, അവിടെ ആരും ഓൺ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ കേബിൾ കട്ട് ചെയ്യേണ്ട കാര്യം വന്നില്ല. പക്ഷേ അതേസമയം ഞാൻ PG എൻട്രൻസിൽ പഠിക്കുന്ന സമയത്ത്, അതായത് MBBS ഒക്കെ കഴിഞ്ഞ് PG നീറ്റ് എഴുതുന്ന സമയത്ത് ഈ കേബിൾ ടി വി, അപ്പോൾ എനിക്ക് കൂടുതൽ ഡിസ്ട്രാക്ഷൻ വന്നപ്പോഴത്തേക്കിന് ആ സമയത്ത് ഈ കേബിൾ കട്ട് ചെയ്യേണ്ടതായിരുന്നു. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്ര ഒരു, അതായത് നമുക്ക് മാർക്സ് വേണം, അല്ലെങ്കിൽ നന്നായി പഠിക്കണം. സ്കൂളിൽ നിന്ന് കാരണം നമുക്ക് മാർക്സ് ഒക്കെ കുറയുകയാണെങ്കിൽ നമ്മളുടെ മാർക്സ് നമുക്ക് ഫുൾ മാർക്സ് വേണം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ മാക്സിമം വേണം അല്ലേ. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ അറിയായിരിക്കും, എല്ലാ കുട്ടികൾക്കുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാം. ആ കപ്പാസിറ്റിയിൽ നമ്മുടെ ഫൈനൽ എക്സാം വരുമ്പോൾ അത് കുറയുമ്പോൾ ടീച്ചേഴ്സിനായിരിക്കും കൂടുതൽ വിഷമം. നിങ്ങൾക്ക് തോന്നും ടീച്ചർ എന്തിനാണ് നിങ്ങളെ വഴക്ക് പറയുന്നത്, ടീച്ചേഴ്സിന് സങ്കടം കൊണ്ടാണ് നിങ്ങളെ വഴക്ക് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് മാർക്സ് കുറയുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് ഭയങ്കര വിഷമമാവും, അത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടുകാർക്ക് വിഷമമാവും. ഇപ്പം കാരണം ബേസിക് എഡ്യൂക്കേഷൻ ഇവിടെ സാർ പറഞ്ഞാൽ ബേസിക് എഡ്യൂക്കേഷൻ നിങ്ങളിപ്പം ഏത് മേഖലയിൽ പോയാലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണം. നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് വെച്ചു, പക്ഷെ നിങ്ങളൊരു ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടി നിങ്ങളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ഐഡിയ കാണും അല്ലെ, എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പേഴ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കാണും. അതേസമയം നിങ്ങൾക്ക് ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കുറഞ്ഞു പോവുകയാണെങ്കിൽ, സ്കൂളിൽ ഉള്ള ഒരു എഡ്യൂക്കേഷൻ കുറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. നിങ്ങൾ എവിടെ ഏത് മേഖലയിൽ പോയാലും നിങ്ങളൊരു എയർപോർട്ടിൽ പോകുന്ന നിങ്ങൾക്കൊരു ബേസിക്, ഞാൻ പറയുന്നത് നിങ്ങൾ ഫുൾ മാർക്സ് മേടിക്കണമെന്നല്ല, നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ഒരു ഡിഗ്രി ആവാം, ഏതെങ്കിലും ഒരു ഇല്ലാതെ നമുക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോൺഫിഡൻസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, കാരണം നിങ്ങൾക്ക് വലുതായതിനു ശേഷം നിങ്ങളൊരു കോഴ്സൊക്കെ എടുത്ത് നിങ്ങൾക്കൊരു ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത്, ബാക്കി എല്ലാവരെയും കാണുന്ന സമയത്ത്, നിങ്ങളൊരു പബ്ലിക് പ്ലേസിലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ബേസിക് എഡ്യൂക്കേഷൻ അത് ഏത് സബ്ജക്റ്റിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് വരില്ല. നിങ്ങൾക്കൊക്കെ ഒരു, അതായത് നിങ്ങൾക്ക് ഒരു എക്സാം, നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഇംഗ്ലീഷ് എക്സാമിന് അതായത് ഇപ്പം 50 മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 49 വേണം, അല്ലെങ്കിൽ ഒരു 48 വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഈ 48 കിട്ടണം, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് മാർക്സ് ഭയങ്കര കുറവായിരുന്നു വെച്ചു, അപ്പോൾ നിങ്ങൾ ഓക്കെ എനിക്കൊരു 40 വേണം, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല 40 കിട്ടാൻ ഒരു കപ്പാസിറ്റി ഉണ്ടോയെന്ന് ഉറപ്പില്ല. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവരും സാറ് പറഞ്ഞാൽ ഒരു മിനിമം, അതായത് ഇന്റലിജൻസ് ഉണ്ട്. ഇന്റലിജൻസ് ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് നമ്മൾ സെറിബ്രൽ പാൾസി എന്നൊക്കെ പറയും, അതായത് ബുദ്ധി സ്ഥിരതയില്ലാത്ത കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ IQ നന്നായിട്ട് കുറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആർക്കും ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഇല്ല അല്ലെ, നിങ്ങൾക്ക് ഒരു അബ്നോർമാലിറ്റി ഇല്ലാത്ത കുട്ടികളാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ബുദ്ധിയും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം നിങ്ങളത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്സ് വേണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ വേറെ ആ സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ സ്ക്രോൾ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, 40 മാർക്സ് വേണം അല്ലെങ്കിൽ 48 വേണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മൊബൈൽ ഡിസ്ട്രാക്ട് ചെയ്യില്ല. നിങ്ങൾ അതിന് എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കണം. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എയിം ചെയ്യുന്നത്, കാരണം എനിക്ക് ഇന്ന സബ്ജക്റ്റിൻ്റെ മാർക്സ് വേണം, മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ് വേണം. കാരണം സ്കൂൾ തലത്തിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളെ അതായത് കൂടുതലും ഗ്രേഡ് വെച്ചിട്ടും മാർക്സ് വെച്ചിട്ടും ആയിരിക്കും നമ്മുടെ ഒരു പൊസിഷൻ വരുന്നത് അല്ലേ. നമുക്കത് മാറ്റാനായിട്ട് പറ്റില്ല, കാരണം നമ്മുടെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഇന്ന പോർഷൻ എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന പോർഷൻ തീർക്കണം. അത് നിങ്ങൾ എഴുതി വെച്ചോ, അല്ലെങ്കിൽ വെച്ചോന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പകുതി സോൾവ് ചെയ്യുന്നതാണ് ഒരു സെയിം ഉണ്ട്. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് ലൈഫിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചിലപ്പോൾ സൊല്യൂഷൻ അറിയില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ജസ്റ്റ് പ്രോബ്ലം ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ അത് പകുതി സോൾവ് ആയി എന്നാണ് പറയുന്നത്. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പം ഈ ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെയാണ്. പിന്നെ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജിൽ വരുന്ന ഒരു ഡിസ്ട്രാക്ഷൻ മെയിനായിട്ട്, അതായത് നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ അല്ലേ. അപ്പോൾ കാരണം അതെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു നാച്ചുറലായിട്ട് നമ്മുടെ ഹോർമോൺസിൻ്റെ കാരണം പ്രത്യേകിച്ചും ടീനേജിൽ, അതായത് നാച്ചുറലായിട്ട് വരുന്നതാണ് ഓപ്പോസിറ്റ്, അതായത് ഓപ്പോസിറ്റ് ജെൻഡർ. പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളിൽ ഗേൾസ് മാത്രമാകുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ബോയ്സ് അവരെങ്ങനെയായിരിക്കും പഠിക്കുന്നത്, അവരെങ്ങനെയായിരിക്കും സ്കൂളിൽ, അപ്പോൾ അവരുടെ കാര്യങ്ങൾ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി കാണും. എനിക്ക് തോന്നുന്നു മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത്രയും ഒരു ക്യൂരിയോസിറ്റി കാണില്ല, കാരണം അവർ ചെറിയ പിന്നെ ഏജ് തൊട്ടേ ഈ ബോയ്സിൻ്റെ കൂടെ. അപ്പം ഞാൻ അതായത് അതായത് ഞാൻ 11th 12th ബോയ്സിൽ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മിക്സഡ് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ വർത്തമാന സ്കൂളിൽ കുറേ ഫ്രണ്ട്സ് ബോയ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആരും കുറേ കാലത്തേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു 11th ഫുള്ള് അവിടെ ബോയ്സിനടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല. 11th ബോയ്സിനടുത്ത് ഒരാളോട്, കാരണം നമ്മളത് ശീലിച്ചില്ല. കാരണം ഞങ്ങൾ പോകുന്ന ട്യൂഷൻ ക്ലാസ്സിൽ
ഇവിടെ എങ്ങും ഓക്കെ നമുക്ക് ആകെ നമ്മൾ എവിടെയാണ് ബോയ്സിനോട് സംസാരിക്കാം, നമ്മുടെ വീട്ടിലെ നമ്മുടെ കസിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് 12th എനിക്ക് തോന്നുന്നു ഞങ്ങളങ്ങനെ ഈ എക്സാമിന്റെ ടൈമിലോ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ എൻട്രൻസിന് പോയത് അവിടെ തൃശ്ശൂർ PC തോമസ് സാറിന്റെ ഹോസ്റ്റലിലാണ്. അവിടെ കംപ്ലീറ്റ് അതായത് ഗേൾസിന് വേറെ ക്ലാസ്, ബോയ്സിന് വേറെ ക്ലാസ്, അങ്ങനെയാണ് അവിടെ. അപ്പോൾ അവിടെയും ഇല്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് MBBS ഫസ്റ്റ് ഇയർ പോയപ്പോൾ വീണ്ടും ഈ ബോയ്സിനോടൊന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് MBBS സെക്കൻഡ് ഇയർ ആവുന്ന സമയത്താണ് ബോയ്സിനോട്, കാരണം അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ഈ ആൽഫബറ്റ് വെച്ചിട്ടാണ് മെഡിക്കൽ കോളേജിൽ നമ്മളിങ്ങനെ സെക്ഷനായിട്ട് മാറ്റി. അപ്പോൾ ആ സമയത്താണ് ഞാനത് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ക്യൂരിയോസിറ്റി ഒക്കെ നമ്മുടെ ഈ ഗേൾസ് സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതലായിട്ട് വരും. കാരണം നമുക്ക് ആ വിഷയത്തിൽ നിങ്ങൾക്ക് കാരണം അവരുടെ സ്കൂളിൽ എന്താണ് അവർ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിന്റെ എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കുട്ടികളും അതിന് ഈ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകും. അതിപ്പോൾ ബോയ്സ് സ്കൂളിലാണെങ്കിലും ഗേൾസ് സ്കൂളിലാണെങ്കിലും മിക്സഡ് സ്കൂളിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടോക്ക് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ടോക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ട് ഡൗട്ട്. കാരണം ശരിക്കും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു ഈ സ്കൂൾ ലെവലിൽ കുട്ടികൾ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഇപ്രാവശ്യം അത് പറയാറുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളിപ്പോൾ മെച്ചുവേർഡ് അല്ല, നിങ്ങൾക്കിപ്പോൾ ഈ പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ വരിക ഇത്ര കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. നിങ്ങൾക്ക് ബാക്ക് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതായത് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കും, നിങ്ങൾ എവിടെ സെറ്റിൽ ആവും, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങൾ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്, ടീച്ചേഴ്സിന് നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്. അപ്പം ഈ ഡിസ്ട്രാക്ഷനിൽ മെയിനായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ചെറിയ ഏജിൽ പോകുന്ന സമയത്ത് നമ്മുടെ അതായത് നമ്മുടെ വളർച്ച എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പ്രൊഫഷണലി അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിലുള്ള വളർച്ചയെ അത് ബാധിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനൊരു ഉദാഹരണം അതായത് ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ എൻട്രൻസ് ക്ലാസ്സിൽ ഞാൻ ഈ എൻട്രൻസ് ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചില കുട്ടികളുണ്ട്. കാരണം അവർ നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവർക്ക് സ്കൂളിൽ വെച്ചിട്ട് എന്തോ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരാകെ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു, അവിടെ അതിൻ്റെ പ്രശ്നം അങ്ങനെ വളരെ നല്ല മാർക്ക് കിട്ടി ഈ എയിംസിലോ അല്ലെങ്കിൽ വലിയ അതായത് ചിത്ര പോലുള്ള വലിയ മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടേണ്ട കുട്ടികൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നെ അവരുടെ റാങ്ക് കുറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവരുത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ പാടില്ല എന്നൊന്നുമല്ല പറയുന്നത്. ഞങ്ങൾ എൻട്രൻസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള PC തോമസ് സാർ പറയും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയും, കാരണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ആവാം. അതെപ്പോഴാണെന്നറിയാമോ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു പ്രൊഫഷൻ എടുത്തു, നിങ്ങളുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്കൊരു ജോബ് ഒക്കെ കിട്ടി, പിന്നെ നിങ്ങൾക്ക് ആരെ നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആകണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ആ സമയത്ത് നിങ്ങൾക്കുണ്ട്. കാരണം അപ്പോഴും നിങ്ങൾക്കൊരു മെച്യൂരിറ്റി വരും. ആ മെച്യൂരിറ്റി വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുന്നേ ചൂസ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ബോയ് ആയാലും ഗേൾ ആയാലും നിങ്ങളുടെ രണ്ടുപേരുടെ അതായത് നിങ്ങൾക്കത് ഡീൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി വന്നിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് പറയുക, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളെ അത് പഠിത്തത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ല. റിലേഷൻഷിപ്പ് തോന്നുന്നത് നിങ്ങളെ പഠിത്തത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നില്ല. ഇത് നിങ്ങൾ അതായത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഈ സ്കൂളിലൊക്കെ റിലേഷൻഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം അതായത് ഏത് ഏജിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് ചെറിയ പ്രായത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കത് ടോക്സിസിറ്റി ഉണ്ടോ ടോക്സിസിറ്റി ഇല്ലയോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നിങ്ങൾക്ക് ഈ സമയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഓക്കെ. അപ്പോൾ അങ്ങനെ വേണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് ബേസിക് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പഠിത്തത്തെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ ബാധിക്കുന്നു. ചിന്തകളെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടോ. നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സിൽ അതായത് ചില നമ്മുടെ ഞാൻ പഠിക്കുന്ന എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഫിസിക്സിൽ ചില എനിക്കറിയില്ല ചിലർക്കൊക്കെ ഫിസിക്സ് ഇഷ്ടമായിരുന്നു. ഓക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് വളരെ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ കാണത്തില്ലേ. എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ കാണില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചറുടെ ടോപ്പിക് പഠിക്കും. ഈ ഡിസ്ട്രാക്ഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാന്ന് വെച്ചു. ഈ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്തപ്പോൾ എന്താ
പോകുന്നത്, നിങ്ങൾക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ലാതിരിക്കുന്ന കുട്ടികളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ പഠിത്തത്തിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു സ്പോർട്സ് ചെയ്യുന്ന കുട്ടിയാണ്, നിങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. രാവിലെ സ്കൂളിൽ വരാം, ടീച്ചേഴ്സ് പിന്നെ പഠിക്കുക, വീട്ടിൽ പോയിട്ട് പിന്നെ ഹോംവർക്ക് ചെയ്യുക, പരീക്ഷയ്ക്ക് പഠിക്കുക, വീട്ടിൽ പറയുന്ന അതായത് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേൾക്കും. അത്രയും ഉള്ളവരുണ്ടല്ലോ സിമ്പിളാണ്, കാരണം നിങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. പിന്നെ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഈ ഡിസ്ട്രാക്ഷൻസ് പലത് വരുമ്പോഴാണ് നിങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ പോകുന്നത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കും. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പുള്ള കുട്ടികൾ ചിന്തിച്ച് നോക്കിയാൽ മതി, ഇത് എങ്ങനെയൊക്കെയാണ് എന്നെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഇത് കിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ ചെറിയ കുട്ടികളെ ഞങ്ങൾക്ക് എങ്ങനെയാണ് നല്ല ആളുകളെ എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, നല്ല ആളുകളല്ല എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ വലിയ കുട്ടികളാണെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ വരുന്നുണ്ട്. അതായത് നമുക്കൊരു ഉൾവിളി തോന്നും, അതായത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാണെന്ന് തോന്നും. നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നില്ലേ ഈ ചോദ്യം വരുമായിരിക്കും ഇല്ലേ? അങ്ങനെ ചില സമയത്ത് ചില ചോദ്യങ്ങളൊക്കെ വരില്ലേ? അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് പിന്നെ എനിക്ക് പറയില്ലേ, അതായത് ഈ ചാപ്റ്റർ പഠിക്കാവുന്ന എക്സാമിന് തൊട്ട് മുമ്പേ ഏതെങ്കിലും ഒരു ഇത് നോക്കിയിട്ട് പിന്നെ എക്സാമിന് കയറുമ്പോൾ അതേ ചോദ്യം വന്നിട്ടില്ല. അപ്പൊ അതിന് ഇൻറ്റ്യൂഷൻ എന്ന് പറയും. നിങ്ങൾ ഏത് കാര്യത്തിന് പോയാലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് കള്ളം പറയില്ല. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉൾവിളി നിങ്ങളോട് കള്ളം പറയില്ല. നിങ്ങൾ ഉള്ളിൽ കാണാൻ നിങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പം പഠിച്ചു നിൽക്കുന്ന സമയത്ത് കുറേ നേരം കൊണ്ട് നിങ്ങൾ മൊബൈൽ സ്ക്രോൾ ചെയ്ത് റീൽസ് എന്തെങ്കിലും കാണുകയാണെന്ന് വെച്ചാൽ അതായത് കുറച്ച് കാണുന്നില്ല, കുറേ നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നും ഈ ടൈം പോകുന്നുണ്ടല്ലോ. പക്ഷെ മിക്കപ്പോഴും നമ്മൾ എന്താ ചെയ്യാൻ ഫോട്ടോയിൽ വെച്ചിട്ട് പിന്നെ ഇരുന്ന് കാണും. അപ്പൊ ആ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ എപ്പോഴാണോ ഉണ്ടാകുന്നത് അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ആ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് കള്ളം പറയില്ല. കാരണം നിങ്ങൾക്ക് അല്ലാതെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം എന്നാ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ നിങ്ങളോട് ഇൻറ്റ്യൂഷൻ നിങ്ങളോട് കള്ളം പറയില്ല. പിന്നെ നിങ്ങളോട് പിന്നെ ഒരു പറയാനുള്ള ഒരു ഇതിപ്പോൾ ഞാൻ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ എന്ന് പറഞ്ഞു. ഈ ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ പോലെ തന്നെ സെയിം ജെൻഡർ അട്രാക്ഷനുകൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? സെയിം ജെൻഡർ, അതെ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ ആണെങ്കിലും സെയിം ജെൻഡർ അട്രാക്ഷൻ ആണെങ്കിലും അതായത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ, ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ സമയത്ത് അതായത് നിങ്ങളെ ഒരു കാര്യം നിങ്ങളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ വന്നിരിക്കുന്നത് അല്ലെ. നിങ്ങൾ എന്നേക്കുമായി സ്കൂളിൽ ഇരിക്കാൻ വന്നതല്ലല്ലോ. നിങ്ങൾ 10th ആണോ ഈ സ്കൂളിൽ പോകും. നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല നിങ്ങൾ 10th കഴിയുമ്പോൾ ഏത് സ്കൂളിലോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, 10th കുട്ടികളെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന സ്കൂളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഏത് സ്കൂളിൽ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഉറപ്പില്ല. നിങ്ങൾക്ക് കാണും, എയിമൊക്കെ കാണും, പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഉറപ്പില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ ഇൻഡിവിജ്വൽ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ് അല്ലെ. ഇപ്പൊ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ ഈ സ്കൂളിൽ തന്നെ ഒരാൾ പോലും ആ കോളേജിൽ ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ തന്നെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഓരോ ഇൻഡിവിജ്വലാണ്. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഓരോ ഡിസ്ട്രാക്ഷൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ ആണെങ്കിലും സെയിം ജെൻഡർ അട്രാക്ഷൻ ആണെങ്കിലും ഈ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ അതൊരു ഡിസ്ട്രാക്ഷൻ മാത്രമാണ്. ഈ സമയത്ത് നിങ്ങൾ കാരണം നിങ്ങളുടെ ഒരു മെച്യൂരിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് അതല്ല. ലൈഫിലിപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമുക്ക് ഓരോ പർപ്പസ് ഉണ്ട് അല്ലെ, ഓരോ അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയം വരെ എന്താ നമ്മുടെ പർപ്പസ്? നന്നായി പഠിച്ചിട്ട് ഒരു ബേസിക് എഡ്യൂക്കേഷൻ കിട്ടാന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പർപ്പസ്. ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്? ഒരു ജോബ് കിട്ടാണ്. കാരണം നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. നിങ്ങൾ എല്ലാവരും ഗേൾസ് ആണ്, നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു ജോബ് കിട്ടാന്നുള്ളതാണ് പർപ്പസ്. ആ സമയത്ത് നമ്മൾ ജോബ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളിലേക്ക് ജോലി ഒന്നും വേണ്ട, ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പർപ്പസ് ആവുന്നില്ല. അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പർപ്പസ് പഠിക്കുന്ന കാര്യം മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടാനല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ ബെസ്റ്റ് ഇടാനായിട്ട് പറ്റും. അതിന് എന്ത് ഡിസ്ട്രാക്ഷൻ വന്നാലും നിങ്ങളത് മൈൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ നമ്മളിപ്പം ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ടീനേജിൽ പിന്നെ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ്, പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മ വരുന്ന ഒരു പ്രശ്നം പറഞ്ഞ് ടീനേജിൽ മൊബൈലിൻ്റെ കാര്യം ഈ വായിക്കുന്ന കാര്യത്തിലേക്ക് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ അതായത് ഏതെങ്കിലും ബുക്സ് നിങ്ങൾ അതായത് അപ്പം കുട്ടികൾ വായിക്കുന്ന ബുക്സുകളൊക്കെ ഉണ്ട് അല്ലേ. ചില ബുക്സുകൾ നിങ്ങൾ വായിക്കുന്ന ഒരു ശീലം. നിങ്ങൾ എന്തിനാണ് വായിക്കുന്നത്? കാരണം വായിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കുന്ന സമയത്ത് അറിയില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഉണ്ടല്ലോ, നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ എഫേർട്ട് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഫേർട്ട് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കിട്ടും. ചില തോറും ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടാൽ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, ആ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കിട്ടും. ഇപ്പോൾ വായിക്കുന്ന നിങ്ങളോട് എല്ലാവരും പറയുന്നത് നിങ്ങൾ വിചാരിക്കും എന്തിനാണ്
വേറെ ആളുകൾ എഴുതിയ ബുക്കല്ലേ ഞാൻ എന്തിനാണ് വായിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല. അപ്പൊ അബ്ദുൽ കലാം സാറിന്റെ ഒക്കെ ബുക്ക്, അദ്ദേഹത്തിന്റെ അതായത് ജീവിതചരിത്രം അദ്ദേഹം എഴുതിയ ബുക്സ്, അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ, സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ടീച്ചേഴ്സിന്റെ കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ബുക്കിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി ഇത്രയും ആളുകൾ വായിച്ച് അദ്ദേഹത്തിലുള്ള വലിയൊരാളാണ് സാധിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആളാണ് അബ്ദുൽ കലാം സാർ. ഞാൻ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമേ ഇല്ലാത്ത ആളാണ്. കാരണം ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായി, ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ് അബ്ദുൽ കലാം സാറിന്റെ കാര്യം. അതുപോലെ നിങ്ങൾക്ക് ടീനേജിലെ നല്ല എല്ലാ കുട്ടികൾക്കും വേണ്ടുന്ന ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി. ഞാൻ പറയുന്നത് റിലീജിയസ് ആണെന്നല്ല, അതായത് നിങ്ങൾക്കൊരു ആത്മീയത ഉണ്ടാകും. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, നിങ്ങൾക്കൊരു ആത്മീയത ഉണ്ടാകും. അതായത് നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ഒന്നും വായിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ചെയ്യും, നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കണം. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ വായിക്കുന്നത്? ഞാൻ നിങ്ങളെ മതപരമായിട്ട് ഇതാവാനല്ല പറയുന്നത്. സ്പിരിച്വാലിറ്റി വേറെയാണ്, റിലീജിയസ് എന്ന് പറയുന്നത് വേറെയാണ്. ആത്മീയത ഉണ്ടാകുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ആത്മീയത ഉണ്ടാകുന്നത്? അതായത് നമുക്കിപ്പം ഒരു ആത്മീയത, നമ്മളെക്കാൾ ഒരു ശക്തി, അതിനൊരു ഫോം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഫോം നമുക്ക് പല രീതിയിൽ ആരാധിക്കാം. പക്ഷെ നമ്മളെക്കാളൊക്കെ ഉയർന്ന ഒരു ശക്തി വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണല്ലേ? കാരണം ഒരുപാട് യൂണിവേഴ്സ് ഉണ്ട്, നമ്മളെ കാണുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. കാരണം അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിലുള്ളത് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ള 3 ഡയമെൻഷണൽ ഇമേജസ് മാത്രമേ നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്തിട്ടുള്ളൂ എന്ന് പഠിച്ചിട്ടുള്ളൂ. 3 ഡയമെൻഷൻ മാത്രമല്ല, മൾട്ടി ഡയമെൻഷൻ ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ. ആ മൾട്ടി ഡയമെൻഷൻസ് ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിലൊക്കെ ഉപരിയായിട്ട് ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തി, അപ്പോൾ അങ്ങനെ ആ ഒരു ശക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ആ ഒരു ശക്തി, അതായത് ആത്മീയത നിങ്ങൾക്ക് ഉണ്ടാകണം. ബേസിക് ആയിട്ട് നമ്മളുപരി ഒരു ശക്തിയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു ആത്മീയപരമായിട്ടുള്ള, അതായത് നിങ്ങൾ ഹിന്ദു മതത്തിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകാനും അവിടെ, അതായത് നമ്മൾ എന്താ പറയുന്നത്, അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ പള്ളിയിലുള്ള കുട്ടികൾക്ക് ചർച്ചിൽ പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ ചർച്ചിലൊക്കെ ക്ലാസ്സസ് ആണ്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. അതുപോലെ മോസ്കിൽ മുസ്ലിം കുട്ടികളാണെങ്കിൽ അവരുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവും? നിങ്ങൾക്ക് ആത്മീയത ഉണ്ടാവും. ഈ ആത്മീയതയുടെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് നമ്മളുപരിയായിട്ടൊരു ശക്തിയുണ്ട്. ആ ശക്തിയിലാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. അതായത് നമുക്ക് ഏത് രൂപവും ഭാവവും കൊടുക്കാം. ആത്മീയത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീനേജിൽ. പിന്നെ നിങ്ങളുടെ ടീനേജിൽ ഉള്ള പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടാവില്ലേ? ടീനേജ് സമയത്ത് ഉണ്ടാവുക നമ്മൾ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരുന്ന കുട്ടികളുണ്ടായിരിക്കും. ടീച്ചേഴ്സൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സിനോട് ദേഷ്യം തോന്നും. ടീച്ചർ എന്താ അങ്ങനെ പറയുന്നത് തോന്നും. അല്ലെങ്കിൽ പേരൻസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവുമായിരിക്കും. അത് ടീനേജിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഹോർമോൺസിന്റെ വ്യത്യാസം കാരണം ടീനേജിൽ നിങ്ങൾക്കുണ്ടാവുക ഹോർമോണൽ ചേഞ്ചസ് കാരണം നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. അതായത് വളരെ ശാന്തമായിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്കൊരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു നേച്ചർ വരും. നിങ്ങളുടെ ടീനേജിന്റെ സമയത്ത് ഒരു 14-13 ഇയേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷൗട്ട് ചെയ്യും, വീട്ടിലാണെങ്കിൽ ഷൗട്ട് ചെയ്യും, വീട്ടിലൊക്കെ നിങ്ങൾ ഭയങ്കര റെബല്യസ് ആയിരിക്കും. അത് നോർമലായിട്ട് ടീനേജിൽ വരുന്ന റെസ്പോൺസ് ആണ്. അതിനെ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാണ്? കാരണം ആ സമയത്ത് നിങ്ങൾക്കൊരു ഈ ഞാൻ പറഞ്ഞ പോലെ റെബല്യസ് ആയിട്ട് നിങ്ങൾ ഷൗട്ട് ചെയ്യും, നിങ്ങൾക്കൊരു എനർജിയാണ്, ഒരു സൂപ്പർ എനർജി ആ ഒരു സമയത്ത് ടീനേജിലുണ്ടാവും. ആ എനർജി നിങ്ങൾക്ക് പഠിക്കാനും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് തന്നെ രോഗം വരുന്ന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ടീനേജിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൂഡ് വേരിയേഷനൊക്കെ പെട്ടെന്ന് വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ കുറച്ച് നേരം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, കുറച്ച് നേരം നിങ്ങൾക്ക് ഭയങ്കര സങ്കടം വരും. സങ്കടം വരുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. എന്തിനാണ് ഇപ്പം സങ്കടം വന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് നോർമലായിട്ട് വരുന്ന ഒരു ബോഡിയുടെ റെസ്പോൺസ് ആണ്. ടീനേജിൽ അത് ഉണ്ടാകുന്ന റെസ്പോൺസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല അത് വരുന്നത്, നോർമലി വരുന്ന റെസ്പോൺസ് ആണ് ആ ടീനേജിൽ ഉണ്ടാകുന്ന മൂഡ് വേരിയേഷൻസ് ഒക്കെ. ഒന്നെങ്കിൽ നല്ല മാർക്സ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഒരു മാർക്സ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ മാർക്സ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയ സമയത്ത് നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മാർക്സ് കിട്ടുമോ, എത്ര മാർക്സ് കിട്ടും? ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് കുറേ ആലോചിക്കും. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഓവർ തിങ്കിങ് വരുവാണെങ്കിൽ നിങ്ങളപ്പോൾ ആലോചിക്കണം, ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം അതിൽ കിട്ടും. നിങ്ങൾ കുറേ നേരം ഇപ്പം നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും, നിങ്ങളിപ്പം ഹിന്ദി പഠിക്കാൻ പറ്റും. ഹിന്ദി പഠിക്കാൻ നിന്ന് കുറേ നേരം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയം പഠിക്കാനുള്ള സമയം
ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസിന് തമ്മിൽ അങ്ങോട്ട് അതായത് അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മ ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടികളോട് പറയുന്നത് വെച്ചാൽ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ അത് കൂടുതൽ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ അതായത് നിങ്ങൾ വലിയ കുട്ടികളായതിനു ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളൊരു സമയം വരുന്ന സമയം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. ഈ ഓവർ തിങ്ക് ചെയ്യുന്നതിന് അതായത് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേറൊരു നല്ല ഗുണമുണ്ട്. കാരണം അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ആലോചിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒത്തിരി ആലോചിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സിന് പോകില്ല. അവരെ ഇഷ്ടമുള്ള കോഴ്സിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രയോജനം, ഇഷ്ടമില്ലാത്ത കോഴ്സിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രയോജനം എന്ന് ഓവർ തിങ്ക് ചെയ്തിട്ട് അവർ എപ്പോഴും ഇഷ്ടമുള്ള ഓവർ തിങ്കിങ്ങിൻ്റെ അതായത് പോസിറ്റീവ് സൈഡുണ്ട് നെഗറ്റീവ് സൈഡുണ്ട്. ഓവർ തിങ്കിങ് മെയിനായിട്ട് നമ്മുടെ സമയം കളയും. പിന്നെ നമ്മൾ കുറേ നേരം ആലോചിക്കുന്നുണ്ട്. പിന്നെ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടായിരുന്ന എനർജി പോകും. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം പെട്ടെന്ന് ഉറക്കം വരില്ല. ഉറക്കം വരാതെ പെട്ടെന്ന് പഠിച്ചു തീർക്കും. ഈ ഓവർ തിങ്ക് ചെയ്ത് പകുതി സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള സമയം കുറവായിരിക്കും. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം പഠിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവില്ല അല്ലേ. തിങ്ക് ചെയ്യാം, നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം. അത് ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നിങ്ങൾക്കൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടോ എന്ന് അറിയത്തില്ല, കൺഫ്യൂഷനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3 ദിവസം നിങ്ങളൊന്നും ചെയ്യരുത്, തീരുമാനം എടുക്കാതെ 3 ദിവസം ഇതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ 3ാമത്തെ ദിവസം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 3ാമത്തെ 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം അതായത് ഇപ്പം നിങ്ങൾക്ക് പോകുമ്പോൾ ചെറിയ കാര്യം, നിങ്ങൾ ടൂർ പോകണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ. ടൂർ പോയാലും തോന്നുന്നുണ്ട്, പോകണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കൺഫ്യൂഷൻ, പോകണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ. നിങ്ങൾ 3 ദിവസം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പോകണോ വേണ്ടോ എന്നുള്ളത്. അത് നിങ്ങൾ അവിടെ തന്നെ വെച്ചേക്കണം. ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഒരു വട്ടം ആലോചിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിട്ടേക്കണം. അപ്പോൾ 3-4 ദിവസം ആകുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരമാണ്. അതാണ് നിങ്ങൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പിന്നെ ടീനേജിൽ കാണുന്ന പ്രശ്നം എന്താണ് ഡിസിപ്ലിനൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. മുടി നരയ്ക്കുന്നത് ആ ഒരു നല്ല ഡൗട്ടാണ്. അത് മുടി നരയ്ക്കുന്നത് എന്ന് പറയുന്നത് ജനറ്റിക്കാണ്. മുടി നരയ്ക്കുന്നത് നിങ്ങൾക്ക് ഏജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ കൺസേൺ കാണും. കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് അത്ര വലിയ കൺസേൺ ഒന്നും കാണുന്നില്ല. മുടി നരയ്ക്കുന്നത് ജനറ്റിക്കാണ്. കാരണം നിങ്ങളുടെ ഫാമിലിയിൽ മുടി പെട്ടെന്ന് നരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെ ഒരു ജീനിൻ്റെ ഒരു സ്വഭാവമാണ് നിങ്ങളത് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ മുടി നരയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ചില സമയത്ത് നമ്മുടെ പോഷകാഹാരക്കുറവിൻ്റെ ഇത് കാരണം മുടി നരയ്ക്കും. പിന്നെ നമ്മൾ ഈ ഹെയർ കളറിങ്ങൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങളത് ചെയ്യാൻ ചാൻസസ് ഇല്ല. ഹെയർ കളറിങ്ങൊക്കെ ചെയ്ത് ഈ കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ ഹെയർ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി നരയ്ക്കും. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല. പക്ഷേ മുടി നരയ്ക്കുന്നത് നിങ്ങൾ അതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് കാണണ്ട. കാരണം കുറച്ച് വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും അതൊരു പ്രശ്നമില്ല. കാരണം അതായത് ഞാൻ എവിടെയോ വായിച്ചതാണ്, നമുക്ക് അതായത് നമ്മുടെ ഹെൽത്തിന് അതായത് നമുക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതായി, ഇപ്പോൾ നിങ്ങൾക്ക് സുഖമില്ലാതായി വെച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വേദന വന്നു, എവിടെയോ നിങ്ങൾക്ക് തലവേദനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ല, ഒട്ടും വയ്ക്കാം, നിങ്ങൾക്ക് ആ സുഖമില്ലാതാവുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ പ്രശ്നമല്ലാന്ന്. കാരണം നിങ്ങൾ നോക്കും, നിങ്ങളൊരു ബെഡിൽ തന്നെ കിടക്കാനേ പറ്റുന്നുള്ളൂ, നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ബാക്കി പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ടീനേജിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് സൂയിസൈഡൽ ടെൻഡൻസി. ഈ സൂയിസൈഡൽ ടെൻഡൻസി മിക്ക കുട്ടികൾക്കുണ്ട്. ഞാൻ പണ്ട് ഓടുന്നത് ഞങ്ങൾ ഇതുപോലെ ഈ ഹോളല്ല, ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോള്, പക്ഷെ താഴെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈഡേസിൽ ക്ലാസ്സസ് വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളോട് ആ ക്ലാസ് എടുത്ത ആൾ പറഞ്ഞു, അതായത് നമുക്ക് പിമ്പിൾസ് വരില്ലേ, മുഖക്കുരു വരില്ലേ. അപ്പോൾ ടീനേജിലെ കുട്ടികൾക്ക് ഒരു മുഖക്കുരു വന്നാലും അവർക്ക് തോന്നും ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാമെന്ന് തോന്നാറുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഇതുപോലെ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞതാണ് ആരെ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ഞാൻ സൂയിസൈഡ് ചെയ്യാം. നിങ്ങൾ നോക്കും, നിങ്ങൾ അങ്ങനെ ഒരാൾ സൂയിസൈഡ് ചെയ്തു, ചെറിയ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും
നാളെ ഒരു പൈലറ്റ് ആവുന്ന കുട്ടിയാണെന്ന് വെച്ചത്. ശരിക്കും നാളെ ആ കുട്ടി ഭാവിയിൽ ഒരു പൈലറ്റ് ആവും, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ പൈലറ്റ് ആവാനുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ നിങ്ങൾ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം, അപ്പോൾ ഇഷ്ടം കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലം പറഞ്ഞ് പോകാൻ ആഗ്രഹമുള്ളൊരു രാജ്യം ഏതെങ്കിലും പാരീസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഭാവിയിലെ ഫ്യൂച്ചറിലെ പോകുള്ളൂ. അപ്പോൾ ഈ മോളിപ്പോൾ പാരീസ് എന്ന് പറയും, ഈ മോളിപ്പോൾ പാരീസ് പോകാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ. ഇപ്പോഴെല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ മോള് പോകുന്നത് വെച്ചു. പക്ഷെ ആ കുട്ടിക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ എന്നാൽ സൂസൈഡ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ പിന്നെ പാരീസ് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സൂസൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഉള്ളൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് സൂസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ടൈം സൈക്കിൾ കണ്ടോ? ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമെല്ലാം നാളെ. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ, അതായത് നിങ്ങൾക്ക് എക്സാമിൽ മാർക്ക് കുറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ഭയങ്കരമായിട്ട് വഴക്ക് പറയും, നിങ്ങൾക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ നിങ്ങൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർമ്മ ശരിയാണ് സൂസൈഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾക്കൊരു പ്രയോജനവും കിട്ടത്തില്ല. നിങ്ങൾക്ക് പ്രയോജനമില്ല. പിന്നെ ആർക്കാണ് നഷ്ടം വരുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ നഷ്ടം വരുത്തുള്ളൂ. നിങ്ങളാണെങ്കിൽ ഇത്രയും നാള് പഠിച്ചത് വേസ്റ്റ്, സ്കൂളിൽ വന്നത് വേസ്റ്റ് അല്ലേ? നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വലുതായതും വേസ്റ്റ്, നിങ്ങളെ വളർത്തിയ വീട്ടുകാർക്കും വേസ്റ്റ്. നാളെ നിങ്ങൾ എന്തോ ആവാനുള്ള ആണെന്ന് വെച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നാളെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിങ്ങൾക്ക് പല ഇഷ്ടമുള്ള രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിന്തകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കാണും എല്ലാ ക്ലാസ്സിലും അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് സംസാരിക്കുക. നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് നിങ്ങൾ പറയാം. അച്ഛനും അമ്മയായിട്ട് പറയാൻ പറ്റുന്നില്ല, സങ്കടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ് കാണും ക്ലാസ്സിൽ അല്ലേ? ഇപ്പോൾ ഈ മോളുകളൊക്കെ ഇവിടെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന കൗൺസിലറോട് സംസാരിക്കുക. അപ്പം നിങ്ങൾ ആ സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പോകരുത്. കാരണം അത് ഭയങ്കര മണ്ടത്തരമാണ്. ഞാൻ മുമ്പേ അതിനാണ് ഞാൻ ആത്മീയതയുടെ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആചാരങ്ങൾ പിന്തുടരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, അതായത് നമ്മളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം ഉണ്ടായിട്ടല്ല നമുക്കിപ്പോൾ നമ്മുടെ ലൈഫ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അല്ലേ? നമ്മളുടെ ആ ഒരു ലൈഫ് ജീവൻ എന്ന് പറയുന്നത് ഇതെടുക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം അത് ഒരു തെറ്റായിട്ടാണ്. എല്ലാ മതത്തിലും നമ്മുടെ ജീവന് ഹാനികരമായിട്ട് നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിട്ടാണ് എല്ലാ മതത്തിലും പറയുന്നത്. അപ്പം ആത്മീയത വരുന്ന സമയത്ത്, അതായത് ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി, നിങ്ങൾ ദൈവത്തിനോടൊരു വിശ്വാസം വരുമ്പോൾ ദൈവഭയം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സൂസൈഡ് ചെയ്യാനായിട്ട് തോന്നില്ല. ഈ ഭക്തിയുടെ കുറവ്, ഏത് മതത്തിലാണെങ്കിലും ആത്മീയതയുടെ കുറവ്, അല്ലാതെ എന്താ പറയുക, ഈ ബാക്കിയുള്ള ആളുകളോടുള്ള ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് നിങ്ങളിപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് കുറവായിരിക്കും, ചില കുട്ടികൾ വീട്ടിൽ സംസാരിക്കുന്നത് കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾ ഓപ്പൺ അപ്പ് ആവാതിരിക്കുന്ന സമയത്താണ് സൂസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കടം വരുന്ന സമയത്ത് ഇത് സൂസൈഡ് ചെയ്ത് കളയാന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല, അതൊരു മണ്ടത്തരമാണ്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രയോജനം കിട്ടില്ല. ആ സിറ്റുവേഷൻ മാത്രം നിങ്ങൾക്ക് പോയി കിട്ടുന്നതല്ലാതെ നിങ്ങൾക്ക് കിട്ടാനുള്ള, അതായത് ഭാവിയിൽ നിങ്ങൾക്ക് വരാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, അതൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് വെച്ച് ചോദിച്ചാണെങ്കിലും ദേഷ്യം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ടീനേജിൽ മിക്ക കുട്ടികൾക്കും ആ ഒരു റിബല്യസ് നേച്ചർ ഉണ്ടായിട്ട് അത് നാച്ചുറലാണ്. അല്ലാതെ പൊതുവെ തന്നെ ദേഷ്യം ഉള്ള കുട്ടികളുടെ ദേഷ്യം നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മളിപ്പം ദേഷ്യപ്പെടുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് റേസ് ആവും. പക്ഷെ നമ്മുടെ ഈ റേസ് ആയി അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് ദേഷ്യത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക്, അപ്പോൾ അതായത് അവരോട് വീണ്ടും ആർഗ്യുമെന്റ് ഉണ്ടാക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാം, നമ്മുടെ ബ്രെയിനിൽ സ്ട്രെസ് ഹോർമോൺസ് വരും. ഞാൻ മുമ്പേ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ ദേഷ്യം വരുന്ന സമയത്ത് അഡ്രിനാലിൻ അങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോൺസ് ആണ് നമ്മുടെ ബ്രെയിനിൽ വരുന്നത്. അപ്പോൾ ഈ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മുടെ BP കൂടാനുള്ള ചാൻസസ് ഉണ്ട്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ദേഷ്യപ്പെടുന്ന ആളുടെ ആരോഗ്യത്തെയാണ് ഇത് ബാധിക്കുന്നത്. ചില ആളുകളുണ്ട്, നമ്മൾ ദേഷ്യപ്പെട്ടാൽ അവർ തിരിച്ചിങ്ങോട്ടൊന്നും റിയാക്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ അതായത് ഭാവിയിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ,
കഴിയാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന ആളുകളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറോട് പറയാം, നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ടീച്ചറോട് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പറയാം. അപ്പോൾ അങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ദേഷ്യമുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പതുക്കെ പതുക്കെ നമ്മൾ ഈ സിറ്റുവേഷനിൽ ഓവർ റിയാക്ട് ചെയ്യാതെ ഇരുന്നിട്ട് പതുക്കെ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ബുക്സ് വായിക്കണം. നിങ്ങൾ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതായത് നിങ്ങൾ പാട്ട് പാടുന്ന കുട്ടികൾ അങ്ങനെ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് എക്സസൈസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ പോകണം, കുട്ടികൾക്കും നടക്കാൻ പോകണം, സൈക്കിളുള്ള കുട്ടികൾക്ക് സൈക്ലിങ്ങിന് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നല്ല ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്, വളരെ ക്ഷമയോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അതായത് പ്ലാന്റ്സ്. നിങ്ങൾക്ക് ചെടി ഇഷ്ടമുള്ള കുട്ടികളാണോ നിങ്ങൾ? അതെ, ചെടി നടുന്നത് ഭയങ്കര നല്ല ഒരു ബ്രെയിനിന് ഭയങ്കര, കാരണം ഈ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഒരു റിസർച്ചിലുണ്ട്, മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ടീനേജിലെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ടീനേജ് അല്ല, ഇപ്പം നിങ്ങളിപ്പോൾ 5th ഇപ്പോൾ 8th ക്ലാസ് തൊട്ടുള്ള കുട്ടികളായിട്ടുള്ളത് 8th, 9th, 10th ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഏത് ഏജിലുള്ള കുട്ടികളാണെങ്കിലും അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ സത്യസന്ധത പുലർത്തുക നിങ്ങളോട്. അതായത് ഡിസിപ്ലിൻ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സത്യസന്ധത പുലർത്തുക എന്നുള്ളത്. ഈ സത്യസന്ധത അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. ഇപ്പോൾ ഞങ്ങളെ ഇപ്പോഴത്തെ ടീച്ചേഴ്സിനെ പോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമുക്ക് റോൾ മോഡൽസ് ആയി നിങ്ങൾക്കും കാണും. കുറേ ടീച്ചേഴ്സ് നിങ്ങൾക്ക് റോൾ മോഡൽസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾ വിചാരിക്കില്ലേ ആ ടീച്ചറെ പോലെ ആവണം എന്ന് വിചാരിക്കില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ റോൾ മോഡൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടീച്ചർ നിങ്ങളുടെ റോൾ മോഡലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സത്യസന്ധത നിങ്ങൾ ആരോടാണ് ആദ്യമായിട്ട് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളോട് തന്നെ നിങ്ങൾ സത്യസന്ധത. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതായത് അത് നമ്മളിപ്പം നമുക്കൊരു കള്ളം പറയുന്ന ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങളിപ്പം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം സത്യം, നിങ്ങൾ ഏത് കാര്യത്തിലാണോ സത്യം നിങ്ങൾ പിന്തുടരുന്നത് ആ സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ. നിങ്ങൾ കള്ളത്തരത്തിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും വിജയിക്കത്തില്ല. നിങ്ങൾ അതേസമയം നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലൊന്നും പറയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വിജയം കാണില്ല. സത്യസന്ധത നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ സത്യസന്ധത പുലർത്തേണ്ടത്. നിങ്ങളോട് ആദ്യം നമ്മളോട് തന്നെ നമ്മുടെ സത്യസന്ധത പുലർത്തിയാലേ നമുക്ക് മറ്റുള്ളവരോട് സത്യസന്ധത. കാരണം ആ സത്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. കാരണം ഈ സത്യത്തെ പിന്തുടരുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ജീവിത വിജയം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഡിസിപ്ലിൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞതാണ്. അത് ഇവിടെയുള്ള കുട്ടികൾ മക്കമ്മ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ഡിസിപ്ലിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം പണ്ട് തൊട്ടേ ഞാൻ പഠിക്കുന്നതിന് മുന്നേയും അതിന് മുന്നേ തൊട്ടേ ഡിസിപ്ലിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്കൂൾ തന്നെയാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഡിസിപ്ലിൻ, കാരണം നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. കാരണം ആ ഡിസിപ്ലിൻ എന്തിനായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട്, ഞാൻ അന്ന് പറഞ്ഞതാണ് മുടി 2 സൈഡും പിന്നിടണം, നിങ്ങൾ യൂണിഫോമിൽ തന്നെ വരണം എന്നൊക്കെ ടീച്ചേഴ്സ് എന്തിനാണ് അതൊക്കെ ചെക്ക് ചെയ്ത് ടൈമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും പാട്ടുകാരിയോ അങ്ങനെ ആരാണെങ്കിലും ആ ഒരു ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു ജോലി, നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക, നിങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ തന്നെ ഏൺ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സാലറി കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഇത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. സെൽഫ് ഡിസിപ്ലിൻ കിട്ടാനായിട്ട് നിങ്ങളുടെ ഏറ്റവും നല്ല കാലഘട്ടം സ്കൂളിൽ തന്നെ സെൽഫ് ഡിസിപ്ലിൻ പഠിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നതെന്നൊന്നും പറയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ എൻട്രൻസിന് പോയത് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിനാണ്. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഈ തലപോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് തോന്നും എന്തിനാണ് ഇത്രയും ഡിസിപ്ലിൻ, കാരണം അവിടെ ക്യാമറ വെച്ചിട്ട് പിന്നെ അത് പ്രശ്നമാവും. അങ്ങനെയായിരുന്നു ഞങ്ങൾ എൻട്രൻസ് പഠിച്ചിരുന്ന സമയത്ത്. അത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം നമ്മുടെ ഓരോ റാങ്കിനെയും നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ എൻട്രൻസിനാണല്ലോ അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ ഓരോ റാങ്കിനെയും അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. കാരണം ആ സമയത്ത് അങ്ങനെയാണ്, ആ ഒരു കോൺസെൻട്രേഷൻ ഇരുന്നാൽ മാത്രമേ നമുക്ക് അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി എൻട്രൻസ് അല്ല, നിങ്ങൾ വേറൊരു കോഴ്സ്, അതായത്
ലൈറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് എപ്പോഴും വേണം. കാരണം നിങ്ങൾ ഇവിടുന്ന് ഏത് കോളേജിലേക്കാണ് പോകുന്നത്, നിങ്ങൾ ചിലപ്പോൾ പുറത്ത് രാജ്യത്ത് പോയി പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവിടെയൊക്കെ ഒത്തിരി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ സർവൈവ് ചെയ്യണമെങ്കിൽ സ്കൂളിലെ നിങ്ങളൊരു ഡിസിപ്ലിൻ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? വേറെ എന്തെങ്കിലും കുറിച്ചെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, അപ്പം ശരി. അപ്പം നമ്മുടെ ടീംസ് ക്ലബിന്റെ ഭാഗമായിട്ട് അപ്പം ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷവും എന്തുപോലെ ടെൻഷൻ, പഠിക്കുന്നതിന്റെ ടെൻഷൻ. അപ്പോൾ ഇപ്പോൾ ചോദിച്ചു ടെൻഷനെ കുറിച്ചിട്ട്, സ്ട്രെസ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും കാണും, ഇപ്പം 8th ആയാലും 9th ആയാലും 10th ആയാലും നമുക്കൊരു സ്ട്രെസ് കാണും. കാരണം 10th എക്സാം വരുമ്പോൾ ഒരു സ്ട്രെസ് സ്വാഭാവികമായിട്ട് കാണും. കുറച്ചൊക്കെ സ്ട്രെസ്, അതായത് പഠിക്കുന്നതിന് കുറച്ചൊക്കെ ടെൻഷൻ നല്ലതാണ്. കാരണം ആ ടെൻഷൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ആണ്, നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ പഠിക്കാൻ പറ്റും. പക്ഷേ ഈ ടെൻഷൻ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതായത് ഓവറായിട്ട് നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പഠിക്കാനും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് പേടിയാണ്. പേടിച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? പഠിച്ച കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഓർമ്മ വരില്ല. അതുപോലെ എക്സാം കയറുന്നതിന് മുന്നേ ടെൻഷൻ ആണെങ്കിൽ ആ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ആൻസർ അറിയാവുന്നതായിരിക്കും, നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് പഠിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ നല്ലതാണ്, കൂടുതൽ ടെൻഷൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം പഠിക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ടെൻഷൻ ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ടെൻഷൻ കൂടുതൽ കാരണം നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ മാർക്സ് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ടെൻഷൻ ഒട്ടും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി മാർക്സ് കിട്ടത്തില്ല. അപ്പോൾ ടെൻഷൻ ലെവൽ എപ്പോഴും ഒരു മോഡറേറ്റ് ലെവൽ ടെൻഷൻ നിങ്ങൾക്ക് വേണം. പക്ഷെ നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ആകെ 3 കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. ഒന്നിട്ട് നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടും, നിങ്ങൾ ഉദ്ദേശിച്ച മാർക്സ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലുള്ളൊരു മാർക്സ് കിട്ടും. ഇത് 3 സംഭവിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ടെൻഷൻ ഓവറായിട്ട് ടെൻഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കുറയും, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പോകും, പിന്നെ പേടിയായിരിക്കും, ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഓവറായിട്ട് ടെൻഷൻ ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ടീംസ് ക്ലബിൻ്റെ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എനിക്കൊരു അവസരം തന്നാൽ നമ്മുടെ മർത്തമ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും, നമ്മുടെ ഹെഡ് മാസ്റ്റർ സാറിനും, നിങ്ങൾ എല്ലാ ഇത്രയും നേരം അതായത് വളരെ പേഷ്യൻ്റായിട്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഇരുന്ന എല്ലാ കുട്ടികൾക്കും, ഞങ്ങളും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് നമുക്ക് ചെയറില്ലായിരുന്നു, നമ്മൾ താഴെ നിലത്തായിരുന്നു ഇരുന്നത് താഴെ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. കാരണം നമ്മുടെ സ്കൂള്, അതായത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു ഈ സ്കൂളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ സ്കൂൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് വ്യത്യാസമാണ് വരുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്ത് വ്യത്യാസമാണ് വരുത്തുന്നതെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാവില്ല. നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി, അതിപ്പോൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കും വെറുതെ പറയുന്നതാണ്. പഠിച്ചിറങ്ങി നിങ്ങളൊരു കോഴ്സൊക്കെ ചെയ്ത് വേറെ സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ അതായത് എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ ഏത് ടീച്ചേഴ്സ് ആയാലും ആ ടീച്ചേഴ്സ് നമ്മളെ എന്തുകൊണ്ടാണ് അങ്ങനെ ട്രെയിൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. കാരണം ഈ സ്കൂളിൻ്റെ ഞാൻ ഇങ്ങനെ ടോക്കിനൊക്കെ പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കും ഏത് സ്കൂളിലാണ് പഠിച്ചത് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് മർത്തമ സ്കൂളിലാണ് പഠിച്ചത് ഇങ്ങനെ പറയും. അപ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കും അവിടെയാണല്ലോ. ഞാൻ MBBS പോകുമ്പോൾ എന്നോട് ഇങ്ങനെ ഏത് സ്കൂളിൽ, അപ്പോൾ ഞാൻ പറയും മർത്തമ സ്കൂളിൽ. അപ്പോൾ ചോദിക്കും അവിടെ NGM ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അതായത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ള സ്കൂളുകളിൽ കാണുന്നത് അവരുടെ ഡിസിപ്ലിൻ ആയിരിക്കും. പക്ഷേ ഈ സ്കൂളിനൊരു ലെഗസി ഉണ്ട്, ഈ സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു ലെഗസി ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും, അതായത് ഞങ്ങളുടെ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച മിക്ക കുട്ടികളും മർത്തമ സ്കൂളിൽ പഠിച്ച കുട്ടികൾ എൻ്റെ ഫ്രണ്ട്സാണ്. അവരെല്ലാവരും ഇപ്പം എന്താ പറയുക, ജീവിത വിജയം നേടിയ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്കൂളിനൊരു ലെഗസി ഉണ്ട്. കാരണം നിങ്ങൾ ഈ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തത് നിങ്ങളൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. കാരണം ടീച്ചേഴ്സ് അത്രയ്ക്ക് സ്നേഹമാണ് ടീച്ചേഴ്സ്. അത് ഇപ്പോൾ മനസ്സിലാവില്ല, വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ നിങ്ങളെ എത്ര അതായത് പാമ്പർ ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് നോക്കുന്നത്, നിങ്ങൾ എത്ര
ഡിയറസ്റ്റ് ആണ് അവർക്കൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് പറയുന്ന പോലെ കേട്ട് ഇരിക്കുക. കാരണം ടീച്ചേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതിനല്ലാതെ ഒരു കാര്യവും ടീച്ചേഴ്സ് ആരും പറയുന്നില്ല.